ഉണ്ടാക്കാൻ വ്യക്തതയോടുകൂടി ഒരു കർമ്മ പരിപാടി സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണി സാർ ഈ പ്രാവശ്യം അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ മാലിന്യ വിമുക്ത കേരളം എന്ന പ്രോജക്ടിന് രൂപം കൊടുക്കുമെന്ന് ഗവൺമെന്റിന് വേണ്ടി പ്രഖ്യാപിക്കുകയുണ്ടായി. ബഡ്ജറ്റ് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബഹുമാനായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മന്ത്രിമാരായ ശ്രീ കെ സി ജോസഫും അതുപോലെ ശ്രീ പ്രിയപ്പെട്ട എം കെ മുനീർ അടക്കമുള്ള മന്ത്രിമാർ, ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിയ തുടർച്ചയായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഇന്ന് ഈ പ്രോജക്റ്റിന് തുടക്കം കുറിക്കുന്നത്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ബഹുമാനായ ധനകാര്യ മന്ത്രി കെ എം മാണി സാറിന്റെ അധ്യക്ഷതയിൽ കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഔപചാരികമായ ഉദ്ഘാടനം മാലിന്യ വിമുക്ത കേരളം എന്ന പ്രോജക്ടിന്റെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയാണ്. ഇന്ന് തന്നെ കഴിയുന്നിടത്തോളം ഗ്രാമപഞ്ചായത്തുകളിൽ ഈ പ്രോജക്ടിന് ഔപചാരികമായി തുടക്കം കുറിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി. ഗവൺമെന്റ് തീരുമാനിച്ചതുപോലെ കേരളം ആഗ്രഹിക്കുന്നത് പോലെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലും ഇന്ന് തന്നെ തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. ഇവിടെ എത്ര പേരുണ്ടെന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി ഇവിടെ വേണം വലിയ റാലി ഇന്ന് നമുക്ക് വെക്കാം. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നേരത്തെ നോക്കി നടക്കുമായിരുന്നു. പക്ഷെ അതല്ല, ഇത് ഇപ്പൊ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഗവൺമെന്റ് തീരുമാനം. നിയമസഭയിൽ കഴിഞ്ഞ കുറെ ദിവസമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. എല്ലാ MLA-മാരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു, നമുക്ക് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ തുടക്കം കുറിക്കണം. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് രാഷ്ട്രീയത്തിന് അതീതമാണ് ഇതേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം അഭ്യർത്ഥിച്ചു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനും നിയമസഭയിൽ പറഞ്ഞു, ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി കേരളം ഏറ്റെടുക്കേണ്ട കാര്യമാണ്, പരിപൂർണമായ സഹകരണമുണ്ട് എന്ന് പ്രതിപക്ഷ വാഗ്ദാനം ഉണ്ടായി. എല്ലാ കക്ഷി നേതാക്കന്മാരും സംസാരിച്ചു. അങ്ങനെ കേരളം ഒറ്റക്കെട്ടായി ലോകത്തിന് മാതൃകയാകാൻ കഴിയുന്ന വിധത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നേതൃത്വം കൊടുക്കാൻ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ നിയമസഭയിൽ നടക്കും, പുറത്തു നടക്കും, അത് വേറെ കാര്യം. ഇന്ന് ഒക്ടോബർ 2 എന്ന് പറയുന്ന മഹാനായ മഹാത്മാഗാന്ധിയുടെ 142ാം ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ന് അദ്ദേഹത്തിന്റെ ദൗത്യം, അദ്ദേഹം എന്തൊക്കെയാണ് വിഭാവന ചെയ്തിരുന്നുവോ അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ നമ്മൾ ഇന്ന് ശുചിത്വ ദിനമായി ആഘോഷിക്കുകയും ആ ശുചിത്വ ദിനത്തിന്റെ ഭാഗമായി നമ്മൾ ഈ പ്രദേശത്തെ കുറച്ച് ക്ലീനിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു അവസരമാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ആ ഗ്രാമങ്ങളിലെ ജനങ്ങൾ എന്ന് പറയുന്ന അവരാണ് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കാരണഭൂതരായിട്ടുള്ള ആളുകൾ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. അത് കൈവരിക്കാൻ നമ്മൾക്ക് ഇതുവരെയും പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം ഓരോ പാവപ്പെട്ട ആളുകളെയും എങ്ങനെ നമ്മുടെ ഗ്രാമത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങനെ നടത്താം എന്നുള്ള അദ്ദേഹത്തിന്റെ അന്ന് വിഭാവന ചെയ്ത പഞ്ചായത്ത് രാജ്, അതുപോലെ തന്നെ ചെറിയ പ്രാദേശിക ഗവൺമെന്റുകൾ, സ്വയംഭരണ അവകാശങ്ങളുള്ള പ്രാദേശിക ഗവൺമെന്റുകളായിട്ടുള്ള ത്രിതല പഞ്ചായത്തുകളെ എങ്ങനെ ശക്തിപ്പെടുത്തി അത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള അദ്ദേഹത്തിന്റെ ദൗത്യം മുന്നോട്ട് പോകുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുകയും ആ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രാമത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മുഴുവൻ ശ്രദ്ധയും പതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തുകൾക്ക് ചുമതല കൊടുക്കുകയും ആക്ടിന്റെ അകത്ത് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജോലികൾ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശുചിത്വ കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണോ എന്താണോ നമ്മുടെ വേസ്റ്റുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും മറ്റ് സാധനങ്ങളും ഒക്കെ വെളിയിലേക്ക് വലിച്ചെറിയുകയും അത് നമ്മൾക്ക് സംസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഒരു ദൗത്യം കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. കടുത്തുരുത്തിയിലെ എല്ലാ നല്ല ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട്
കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ ശ്രീമതി മേരി സെബാസ്റ്റ്യൻ അവറുകൾ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതും കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ കടുത്തുരുത്തിയുടെ വികസനത്തിൻ്റെയും എല്ലാമായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ശ്രീ മോൻസ് ജോസഫ് MLA ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും കടുത്തുരുത്തിയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഓമന ബാവ, കടുത്തുരുത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മാർച്ച് മന്ദിച്ചതയ്ക്കൽ, കടുത്തുരുത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി സുബ്രായ്, ഗാന്ധി ജയന്തിയുടെ പ്രമാണിച്ചുള്ള എല്ലാ ഓഫീസുകളും എല്ലാം ക്ലീനിങ് ഉണ്ടല്ലോ.